പ്രിയപ്പെട്ട സ്കൗട്ട് കൂട്ടുകാരെ, ഏവർക്കും നൈസ് തുങ്കസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ ടെസ്റ്റിനും നിങ്ങളുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. 10 അല്ലെങ്കിൽ 5 മാർക്കോളം ചോദ്യങ്ങൾ യൂണിഫോമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആ മാർക്ക് ഒന്നുപോലും നഷ്ടമാകാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് കടന്നാലോ. യൂണിഫോം. പ്രവേശ് ബാഡ്ജിൻ്റെ നിറം എന്ത്? പ്രവേശ് ബാഡ്ജ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ബാഡ്ജ്. പ്രവേശ് ബാഡ്ജിൻ്റെ നിറം എന്ത്? ഉത്തരം പച്ച. പ്രവേശ് ബാഡ്ജിൻ്റെ നിറം പച്ച. പ്രവേശ് ബാഡ്ജ് ധരിക്കേണ്ടത് എവിടെ? പ്രവേശ് ബാഡ്ജ് ധരിക്കേണ്ടത് എവിടെ? എവിടെയാണ് പ്രവേശ് ബാഡ്ജ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കേണ്ടത്? ഉത്തരം ഇടതു പോക്കറ്റിൻ്റെ നടുവിൽ. ഇടതു പോക്കറ്റിൻ്റെ നടുവിൽ. അടുത്ത ചോദ്യം, എംബ്ലത്തിൻ്റെ നിറം എന്ത്? പ്രവേശ് ബാഡ്ജിനകത്ത് ഒരു എംബ്ലമുണ്ട്. ആ എംബ്ലത്തിൻ്റെ നിറം എന്ത്? ഉത്തരം സുവർണ മഞ്ഞ. ഉത്തരം സുവർണ മഞ്ഞ. വെറും മഞ്ഞ എന്ന് എഴുതിയാൽ പോരാ, സുവർണ മഞ്ഞ എന്ന് തന്നെ എഴുതണം. ഓക്കെ. അടുത്ത ചോദ്യം, എല്ലാവരും ധരിക്കുന്ന ബാഡ്ജാണ് ഡാഷ്. പ്രവേശ് ബാഡ്ജ്, അതായത് സ്കൗട്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ധരിക്കുന്ന ബാഡ്ജാണ് പ്രവേശ് ബാഡ്ജ്. ഓക്കെ. അടുത്ത ചോദ്യം, വേൾഡ് സ്കൗട്ട് ബാഡ്ജിൻ്റെ നിറം എന്ത്? വേൾഡ് സ്കൗട്ട് ബാഡ്ജിൻ്റെ നിറം എന്ത്? ഉത്തരം പർപ്പിൾ അല്ലെങ്കിൽ ഊത നിറം. പർപ്പിൾ അല്ലെങ്കിൽ ഊത നിറം. വേൾഡ് സ്കൗട്ട് ബാഡ്ജ് ധരിക്കേണ്ടത് എവിടെ? ഉത്തരം വലതു പോക്കറ്റിൻ്റെ നടുവിൽ. ഇടതു പോക്കറ്റിൻ്റെ നടുവിൽ പ്രവേശ് ബാഡ്ജാണ്. പ്രവേശ് ബാഡ്ജിൻ്റെ നിറം പച്ചയാണ്. അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന എംബ്ലത്തിൻ്റെ നിറം സുവർണ്ണ മഞ്ഞയാണ്. ആ പ്രവേശ് ബാഡ്ജ് നമുക്ക് എല്ലാവർക്കും ധരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്ത വേൾഡ് സ്കൗട്ട് ബാഡ്ജിൻ്റെ നിറം പർപ്പിൾ അല്ലെങ്കിൽ ഊത നിറമാണ്. അത് ധരിക്കേണ്ടത് എവിടെയാണ്? വലതു പോക്കറ്റിൻ്റെ നടുവിൽ. ക്ലിയർ? അടുത്ത ചോദ്യം, വേൾഡ് സ്കൗട്ട് ബാഡ്ജിൻ്റെ എംബ്ലത്തിൻ്റെ നിറം എന്ത്? വേൾഡ് സ്കൗട്ട് ബാഡ്ജിൻ്റെ എംബ്ലത്തിൻ്റെ നിറം എന്ത്? ഉത്തരം വെള്ള. ഉത്തരം വെള്ള, വൈറ്റ്. ഓക്കെ. അടുത്ത ഷോൾഡർ ബാഡ്ജിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, സ്കൗട്ട് അല്ലെങ്കിൽ ഗൈഡ് യൂണിഫോമിൽ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഡാഷ്. ഉത്തരം ഷോൾഡർ ബാഡ്ജ്. സ്കൗട്ട് ഗൈഡ് യൂണിഫോമിൽ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഡാഷ്. ഷോൾഡർ ബാഡ്ജ്. ക്ലിയർ? ഷോൾഡർ ബാഡ്ജിൻ്റെ നിറം എന്ത്? ഷോൾഡർ ബാഡ്ജിൻ്റെ നിറം എന്ത്? ഉത്തരം വെളുപ്പ്, വൈറ്റ്. ഷോൾഡർ ബാഡ്ജിൽ എഴുതേണ്ട അക്ഷരങ്ങളുടെ നിറം ഏത്? ഷോൾഡർ ബാഡ്ജിൽ എഴുതേണ്ട അക്ഷരങ്ങളുടെ നിറം ഏത്? ഉത്തരം ചുവപ്പ്, റെഡ്, ചുവപ്പ്. ഷോൾഡർ ബാഡ്ജിൻ്റെ നീളവും വീതിയും എത്ര? 6 മുതൽ 8 സെൻറ്റിമീറ്റർ നീളം, 1.5 സെൻറ്റിമീറ്റർ വീതി. ഷോൾഡർ ബാഡ്ജിന് 6 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ നീളമാകാം. വീതി 1.5 സെൻറ്റിമീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം, എന്താണ് ഷോൾഡർ സ്ട്രൈപ്പ്? ഷോൾഡർ ബാഡ്ജ് അല്ല, ഷോൾഡർ സ്ട്രൈപ്പ് എന്താണ്? ഉത്തരം പട്രോളിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഷോൾഡർ സ്ട്രൈപ്പ്. പട്രോളിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഷോൾഡർ സ്ട്രൈപ്പ്. ക്ലിയർ? ഷോൾഡർ സ്ട്രൈപ്പിൻ്റെ നീളവും വീതിയും എത്ര? 5 സെൻറ്റിമീറ്റർ നീളവും 1.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 സ്ട്രൈപ്പുകൾ 2 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ധരിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഷോൾഡർ സ്ട്രൈപ്പിൻ്റെ നീളവും വീതിയും 5 സെൻറ്റിമീറ്റർ നീളവും 1.5 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഓക്കെ. അത് 2 സ്ട്രൈപ്പുകളുണ്ടാവും. 2 സെൻറ്റിമീറ്റർ അകലത്തിലാണ് അത് ക്രമീകരിക്കേണ്ടത്.
ക്ലിയർ? അടുത്ത ചോദ്യം, സ്കൗട്ട് യൂണിഫോം ഷർട്ടിൻ്റെ നിറം എന്ത്? സ്കൗട്ട് യൂണിഫോം ഷർട്ടിൻ്റെ നിറം എന്ത്? ഉത്തരം സ്റ്റീൽ ഗ്രേ. ഉത്തരം സ്റ്റീൽ ഗ്രേ. അടുത്ത ചോദ്യം, സ്കൗട്ട് യൂണിഫോം പാൻസിൻ്റെ നിറം എന്ത്? പാൻസിൻ്റെ നിറം. ഉത്തരം നേവി ബ്ലൂ. ബ്ലൂ എന്ന് മാത്രം എഴുതരുത്, നേവി ബ്ലൂ അങ്ങനെ തന്നെ എഴുതണം. അടുത്ത ചോദ്യം, സ്കൗട്ട് യൂണിഫോം ബെൽറ്റിൻ്റെ നിറം. സ്കൗട്ട് യൂണിഫോമിൻ്റെ നമ്മൾ ബെൽറ്റ് ധരിക്കാറുണ്ട്. അപ്പോൾ ആ ബെൽറ്റിൻ്റെ നിറം എന്ത്? ഉത്തരം നൈലക്സ് ഗ്രേ. നൈലക്സ് ഗ്രേ. ഓക്കെ, ഗ്രേ എന്ന് മാത്രം എഴുതരുത്, നൈലക്സ് ഗ്രേ എന്ന് തന്നെ എഴുതണം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കാനുള്ള യോഗ്യത നേടുന്നത് എപ്പോൾ? മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കാനുള്ള യോഗ്യത നേടുന്നത് എപ്പോൾ? ഉത്തരം ഇൻവെസ്റ്റിച്ചർ കഴിയുമ്പോൾ. ഇൻവെസ്റ്റിച്ചർ സെറിമണി കഴിയുമ്പോഴാണ് മെമ്പർഷിപ്പ് ബാഡ്ജ് നമുക്ക് ധരിക്കാൻ കഴിയുന്നത്. അതായത് പ്രവേശ് ബാഡ്ജ്, പച്ച നിറത്തിലുള്ള പ്രവേശ് ബാഡ്ജ് ധരിക്കാൻ കഴിയുന്നത് ഇൻവെസ്റ്റിച്ചർ സെറിമണി കഴിയുമ്പോഴാണ്. അടുത്ത ചോദ്യം, സ്കൗട്ട് ഗൈഡ് സ്കാർഫിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സ്കാർഫ് അറിയാലോ കൂട്ടുകാർക്ക്. അപ്പോൾ സ്കാർഫിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഉത്തരം 70 മുതൽ 80 സെൻറ്റിമീറ്റർ. 70-80 സെൻറ്റിമീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം, സ്കൗട്ട് യൂണിഫോമിൽ ദേശീയ പക്ഷിയുടെ ചിഹ്നം ഉള്ളത് എവിടെ? സ്കൗട്ട് യൂണിഫോമിൽ ദേശീയ പക്ഷിയുടെ ചിഹ്നമുള്ളത് എവിടെ? കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ യൂണിഫോമിൽ ദേശീയ പക്ഷിയുടെ ചിഹ്നമുണ്ട്. ദേശീയ പക്ഷി മയിലാണ്. മയിലിൻ്റെ ചിഹ്നം എവിടെയാണുള്ളത്? ഉത്തരം ക്യാപ്പ് ബാഡ്ജിൽ. എവിടെയാണ്? ക്യാപ്പ് ബാഡ്ജിൽ. ക്യാപ്പിൽ വെച്ചിരിക്കുന്ന ബാഡ്ജ് ഉണ്ടല്ലോ, അതിലാണ്. അടുത്ത ചോദ്യം, ഷോൾഡർ ബാഡ്ജിൻ്റെ ഏറ്റവും കൂടിയ നീളം എത്ര? ഷോൾഡർ ബാഡ്ജിൻ്റെ ഏറ്റവും കൂടിയ നീളം എത്ര? ഉത്തരം 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, യൂണിഫോമിൽ പട്രോൾ ലീഡറെ തിരിച്ചറിയാനുള്ള അടയാളം എന്ത്? യൂണിഫോമിൽ പട്രോൾ ലീഡറെ തിരിച്ചറിയാനുള്ള അടയാളം എന്ത്? ഉത്തരം ഇടത് പോക്കറ്റിൽ 2 ഗ്രീൻ ബാർ. യൂണിഫോമിൽ പട്രോൾ ലീഡറെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇടത് പോക്കറ്റിൽ 2 ഗ്രീൻ ബാറുകളുള്ള വ്യക്തിയാണ് പട്രോൾ ലീഡർ. ഇനി ട്രൂപ്പ് ലീഡർക്കോ 3 ഗ്രീൻ ബാർ ഉണ്ടായിരിക്കും. 3 ഗ്രീൻ ബാർ ഉള്ളത് ട്രൂപ്പ് ലീഡർക്കും 2 ഗ്രീൻ ബാർ ഉള്ളത് പട്രോൾ ലീഡർക്കുമായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മുഴുവൻ ചോദ്യങ്ങളുമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു ചോദ്യവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഭാഗവുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.